ശ്രീ നിജേഷ് അതിനുള്ള മറുപടി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് ഉണ്ടായത്. അത് CPM-ന്റെ ചില പ്രമുഖർക്ക് നേരെ അന്വേഷണം നീണ്ടപ്പോൾ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന കടകംപള്ളിക്ക് നേരെ അന്വേഷണം നീണ്ടപ്പോൾ ആ സമയം തന്ത്രിയെ കരുവാക്കി എന്നുള്ളതാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു പ്രതിപക്ഷ നേതാവ്? നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് തെളിവായിട്ട് അദ്ദേഹം നൽകിയിട്ടില്ല എന്നിപ്പോൾ ശ്രീ M ജയചന്ദ്രൻ ഇവിടെ പറയുകയാണ്. ശ്രീ നിജേഷ്, മഞ്ജുഷ, അതിലെന്താ സംശയമുള്ളത്? ഇപ്പൊ കേരളത്തിലെ സ്വർണ്ണക്കൊള്ള ഒരു വലിയ ചർച്ചയിലേക്ക് വന്ന സമയം, ശബരിമലയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വളരെ പ്രയാസത്തോടുകൂടി കേരളത്തിലെ ജനത പ്രയാസത്തോടുകൂടി സ്വീകരിച്ച സമയം, ആ സമയത്ത് വരിവരിയായി നിരന്തരയായി CPM-ന്റെ നേതാക്കന്മാർ ജയിലിലേക്ക് പോയി. ഇപ്പൊ CPM-ന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ, ദേവസ്വം ബോർഡിലെ ഓരോ ഭാരവാഹികൾ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലറയ്ക്കുള്ളിൽ കിടന്നു. ഇങ്ങനെ CPM-നെതിരെ, ഇടതുപക്ഷത്തിനെതിരെ, പിണറായി വിജയൻ ഭരണകൂടത്തിനെതിരെ ഒരു പൊതുവികാരം ഉയർന്നു വന്നപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ ഭാഗമായി തന്ത്രി അകത്തേക്ക് പോകുന്നു. എന്തായിരുന്നു മഞ്ജുഷ അന്നത്തെ ചർച്ച? 3 ദിവസമാണ് ചാനൽ ചർച്ചകൾക്കകത്ത് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നത്. അത് CPM-ന്റെ ആളുകൾ വളരെ ശക്തമായി തന്ത്രി വരെ തട്ടിപ്പുകാരനാണ് എന്ന് ആഞ്ഞു പറഞ്ഞു. അപ്പൊ പൊതു വികാരം എന്തായി? സാധാരണക്കാരുടെ മനസ്സിനകത്തേക്ക് എന്ത് വന്നു? തന്ത്രി വരെ, അതിനകത്തുള്ള ശബരിമലയിലെ പൂജാ വിധികൾ ചെയ്യുന്ന തന്ത്രി വരെ തട്ടിപ്പുകാരനാണ്, പിന്നെ എന്ത് വാസു, പിന്നെ എന്ത് പത്മകുമാർ എന്നൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ അന്നത്തെ SITക്ക് സാധിച്ചു, CPM-ന് സാധിച്ചു. അതായത് 2-3 ദിവസം, പിന്നീട് വാജി വാഹനം അടുത്ത 3 ദിവസം, പിന്നെ സോണിയാഗാന്ധി 2 ദിവസം, അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്ത് കിടക്കുന്ന CPM-കാർ വളരെ പർപ്പസ്ഫുള്ളി അതിനകത്തുള്ള സ്വർണ്ണ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത, പലതും മറച്ചുവെച്ച, പലർക്കും ഒത്താശ ചെയ്തു കൊടുത്ത CPM-ന്റെ നേതാക്കന്മാരെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നു. അതായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. നൽകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, തന്ത്രിക്ക് കോൺഗ്രസും നൽകിയിരുന്നില്ല അന്നും. അല്ല, ഞങ്ങൾ ഇന്നും പറയുന്നു, ജുഡീഷ്യറിക്കകത്തുള്ള വാദമുഖങ്ങൾക്കകത്ത് ഇടപെട്ടുകൊണ്ട് ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് പറയാൻ മാത്രം വലിപ്പമൊന്നും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അന്ന് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത സമയത്ത്, പ്രതിയാക്കപ്പെട്ട SIT മുന്നോട്ട് വെച്ച വാദമുഖം പറഞ്ഞ സമയത്ത് സ്വാഭാവികമായി ഞങ്ങൾ അതിനെ അംഗീകരിച്ചു. ഞങ്ങളതിനെ ഇഴമൂറി പരിശോധിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഇന്ന് ഒരു കണിക പോലുമില്ല, സംശയത്തിന്റെ കണിക പോലുമില്ല എന്ന് കോടതി ഉത്തരവിൽ വരുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അത് കുടുക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയമുള്ളത്? എന്ത് സംശയമാണ് ബാക്കിയുള്ളത്? പക്ഷെ SIT പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിന്റെ മെറിറ്റിൽ നിങ്ങൾക്കും എന്തുകൊണ്ട് സംശയം തോന്നുന്നു? ഇപ്പോൾ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ശരിയായിരിക്കില്ല. കാരണം അദ്ദേഹം മൗനാനുവാദം നൽകുകയായിരുന്നുവെന്ന്. തന്ത്രിക്ക് ശരിയാണ്, ദേവസ്വം ബോർഡിന്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുവാൻ അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല. അത് നിയമപരമായിട്ട് അങ്ങനെയാണ്, അദ്ദേഹത്തിന് ഇടപെടേണ്ട. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം മതി. ഇവിടെ കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നു എന്നത് ആചാരപരമായിട്ടുള്ള കാര്യമല്ല എന്ന്. പക്ഷേ SIT വേറൊരു ആംഗിളിലാണ് അവിടെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. തന്ത്രിയുടെ കൺമുന്നിലാണ് ഇത് നടന്നത്. തന്ത്രിക്ക് അറിയാമായിരുന്നു ഇത് കൊണ്ടുപോയത്. തന്ത്രി അവിടെ നട തുറന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല സ്വർണ്ണപ്പാളികൾ, അത് കൊണ്ടുപോയിരുന്നു. ഈ തിരിച്ചു കൊണ്ടുവന്ന എത്ര നാൾ കഴിഞ്ഞാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യവും തന്ത്രിക്ക് അറിയാമായിരുന്നു. അത് ഓരോ മാസപൂജകൾക്കും അദ്ദേഹം ശബരിമല ശ്രീകോവിൽ വരുന്ന സമയം കണക്കാക്കി തന്നെയാണ് ഇങ്ങനെയൊക്കെ SIT പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് തന്ത്രിയിൽ സംശയം തോന്നിയതല്ലേ SIT ഇത്രയും ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ? പക്ഷേ അന്നേരവും മറ്റൊരു സംശയം ഉണ്ടായിരുന്നല്ലോ, ഇതെല്ലാം നിയമപരമായി നിലനിൽക്കുമോ കോടതി മുൻപാകെ ചെല്ലുമ്പോൾ എന്നുള്ളത്. അതല്ലേ ശരിക്കും ഈ ജാമ്യ ഉത്തരവിൽ വന്നിരിക്കുന്നത്? നിയമപരമായി നോക്കുമ്പോൾ തന്ത്രി പെർഫെക്റ്റ് ആണ്, പക്ഷേ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ തന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ശ്രീ നിജേഷ് അരവിന്ദ്? അല്ല, മഞ്ജുഷിന് സംശയം തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരോട് വിശദീകരിച്ചാൽ, തന്ത്രി ഇതിൽ പങ്കാളിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നേരത്തെ CPM-കാർ വിശദീകരിച്ച കാര്യങ്ങൾ ഒന്ന് ആവർത്തിച്ച് മഞ്ജുഷ് വിശദീകരിച്ചാൽ നന്നാവും. നമ്മളൊക്കെ കേട്ടത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ശരി, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ്. സംശയത്തിന്റെ അല്ലെങ്കിൽ പഴുതുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മറ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ 41 ദിവസം ജയിലറയ്ക്കുള്ളിൽ ഇടുക. മറ്റുള്ളവരൊക്കെ സ്വാഭാവിക ജാമ്യം തേടിയിട്ടാണ് പുറത്തു വരുന്നത് എങ്കിൽ ഒരു ഇടക്കാല ഉത്തരവ് ജാമ്യ ഹർജിയിൽ കൃത്യമായി വാദം കേട്ടിട്ടാണ് കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ശ്രീ ജയേന്ദ്രൻ ചോദിച്ചു, കുറ്റവിമുക്തരാക്കിയിട്ടില്ലല്ലോ എന്ന്. ബെയിൽ ഓർഡറിൽ എവിടെയെങ്കിലും കുറ്റവിമുക്തരാക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മഞ്ജുഷെ, ഒരു രാഷ്ട്രീയ ലക്ഷ്യം CPM-നുണ്ടായിരുന്നു. അതിനുവേണ്ടി SIT ചില കാര്യങ്ങളിൽ വെള്ളം ചേർത്തു. അല്ലാതെ ഒരിക്കലും ചിത്രത്തിലേക്ക് വരേണ്ട ആവശ്യമില്ലാത്ത ഒരാളെ, പ്രത്യേകിച്ചും ആ സ്വർണ്ണക്കൊള്ള ഇന്ത്യയിൽ ലോകത്തും ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് CPM-ന്റെ നേതാക്കന്മാർ ഒന്നടങ്കം ജയിലിൽ കഴിയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം CPM നടത്തുമ്പോൾ അതിനുള്ള ഒരു വഴി തുറന്നു കൊടുത്തതായിരുന്നു SIT-യിലൂടെ തന്ത്രി അറസ്റ്റ് ചെയ്തു. അന്നാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ ചർച്ച കേരളത്തിൽ വഴിമാറിപ്പോയത്. സാധാരണക്കാരായ ആളുകളുടെ ചർച്ചയിൽ നിന്ന്
തന്ത്രി വരെ ഇങ്ങനെ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ എന്നൊരു ചിന്തയിലേക്ക് പോയത്. വളരെ കൃത്യമായ ആഖ്യാനമാണ് CPM രചിച്ചത്, തിരക്കഥയുണ്ടാക്കിയത്. ആ തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് SIT പോയത്. കാരണം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. CPM-ന്റെ ആവശ്യം, SIT-യുടെ ആവശ്യം എങ്ങനെയെങ്കിലും ഏപ്രിൽ മാസത്തിന്റെ അപ്പുറത്തേക്ക് ഇത് നീക്കുക. ഇന്നിപ്പോ കോടതി മാർച്ച് 31 പറഞ്ഞു. നമ്മളൊക്കെ കേട്ടതാണ് 6 ആഴ്ച, 8 ആഴ്ച, 9 ആഴ്ച, 12 ആഴ്ച, എത്രയോ കാലമായി. സെപ്റ്റംബർ മാസം ഏകദേശം അവസാനിക്കുന്ന ഒക്ടോബർ മാസം ആരംഭിക്കുന്ന കാലത്ത് അന്ന് 6 ആഴ്ച കൊടുത്ത് തുടങ്ങിയ SIT-യുടെ അന്വേഷണം ഇന്നും എവിടെയും എത്തിയിട്ടില്ല എന്ന് കേൾക്കുമ്പോഴാണ് ഇത് എത്രത്തോളം ലാഗ് ചെയ്യിക്കുന്നുണ്ട് ഭരണ സംവിധാനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ലാഗിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് ഓരോരുത്തരെ CPM നേതാക്കന്മാരെയായി ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കൂടി സാധിച്ചിട്ടുണ്ട്. ശരി, അതായത് SIT-യുടെ അന്വേഷണം എങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്ന ഒരു ചിന്ത കൂടി ഇതിലൂടെ വരുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇതൊരു സെൽഫ് കോൾ എന്ന രീതിയിലേക്കും പോയിട്ടില്ലേ SIT-യുടെ? ഉദാഹരണത്തിന് ആ ജാമ്യ ഉത്തരവിൽ തന്നെ പറയുന്നത് മെയ് 18-നും ജൂലൈ 20-നും മഹസറുകളിൽ തന്ത്രി ഒപ്പിട്ടില്ല എന്നുള്ള കാര്യമാണല്ലോ. അത് ഗൂഢാലോചനയ്ക്ക് തെളിവായിട്ടാണ് ഈ പറയുന്ന SIT അന്ന് അവതരിപ്പിച്ചത്. പക്ഷേ അത് ഒപ്പിടാത്തത് തന്നെ ഈ കോൺസ്പിറസിയിൽ അദ്ദേഹത്തിന് പങ്കാളിത്തമില്ല എന്നത് വ്യക്തമാക്കുന്നു എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇതുപോലെ SIT നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എന്നതിലേക്ക് വരികയാണല്ലോ. അതായത് SIT-യുടെ വീഴ്ച എന്നതിനെ പറയാമല്ലോ. ശ്രീ മഞ്ജുഷ്, താങ്കൾ ഓർക്കുന്നുണ്ടാകും, ഈ ഒരു വിവാദത്തിലേക്ക് തന്ത്രി ഉൾപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വരികയും ചെയ്ത സമയം മുതൽ തന്നെ തന്ത്രിയുടെ അറസ്റ്റ് നീതിപരമല്ല എന്ന് വാദിച്ചിരുന്നയാളാണ് ഞാൻ. കാരണം അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് മേക്കൗട്ട് ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ച് ആ സമയം മുതൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മഞ്ജുഷ് അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്നൊരു വാദം തന്ത്രിക്ക് പോലുമില്ല. അത് അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. പക്ഷേ അത് ദേവസ്വം ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനമാണ്. തനിക്ക് അധികാരമില്ലാത്ത ഒരു കാര്യത്തിൽ താൻ ഇടപെടേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇടപെട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ബെയിൽ പ്ലീയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബെയിൽ പ്ലീ ഞാൻ വായിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞ വാദം, അത് ശ്രീ നിജേഷ് ഓൾറെഡി പറഞ്ഞു, എങ്കിലും അത് ആവർത്തിച്ച് പറയേണ്ടതാണ്. കാരണം ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ജാമ്യം കേൾക്കുന്ന കോടതിക്ക് ഒരാളിനെ കുറ്റവിമുക്തനായിട്ട് വിടാൻ കഴിയില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിലവിൽ ഒരു കുറ്റവും അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് നിയമപരമായി നിലനിൽക്കാനുള്ള തെളിവുകളില്ല എന്ന് തന്നെയാണ്. ഇനി ഏറ്റവും പ്രധാനം, അദ്ദേഹം പറഞ്ഞു ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരണയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ബോധപൂർവം കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമമോ ഇതിലില്ല എന്ന്. ഒരാളിനെ അറസ്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് കോടതി തന്നെ പറയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ചീഫ് പ്രീസ്റ്റാണ്. അങ്ങനെയുള്ള ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് SIT വളരെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമായിരുന്നു. ആ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ആരോപിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും തെളിവുണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ ശരിയാണ്. അപ്പോൾ തെളിവുകളുടെ പൂർണ്ണമായിട്ടുള്ള അഭാവത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മറ്റെന്ത് കാരണമാണ് എന്നാണ് അന്വേഷിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.